സൂപ്പർ ചാറ്റ് റെനോ ബ്രോ, താങ്ക് യു സോ മച്ച്. സെറ്റാണ്, ഓക്കെയാണ്. ഓക്കെ. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞത് ഗൈസ് വയ്യ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സിറ്റുവേഷൻ ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇന്നലെ ഓൾറെഡി എല്ലാം പറഞ്ഞു വെച്ചിരുന്നായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ന് ഉച്ചയ്ക്ക് ടി വിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരും SRKയും കൂടി HF ആയിട്ട് സിറ്റുവേഷനായി. HFലെ ആൾക്കാരെ കൊണ്ടുപോയി ഇതാക്കി. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനാണ് ഉണ്ടായെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ആൻഡ് അത് എനിക്ക് ലൈക്ക് ഗ്യാങ്ങിലെ കുറേ മെമ്പേഴ്സ് കുറേ പേർക്ക് ശോകമായി. അതായത് ഗ്യാങ്ങിൽ കറണ്ട്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മെമ്പേഴ്സ് അവർക്ക് നല്ല ബാഡായി. അതായത് അവരെ ഒരു ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തത് ഇതായില്ല എന്നുള്ള രീതിയിൽ ഇതായി. അത് എനിക്കും ഞാനത് ഒന്നും തീരുമാനമാവാതെ നമ്മൾ ഗ്യാങ്ങിന് വെളിയിൽ ഇപ്പം കറണ്ട്ലി നിൽക്കുന്ന ഗ്യാങ്ങിൽ അകത്ത് കളിക്കാത്ത ആൾക്കാർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് റിവെഞ്ച് എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കുമ്പോൾ ലൈക്ക് കറണ്ട്ലി ഇത് അത് എനിക്കൊരു ഫീൽ ബാഡ് ആയി സത്യം പറഞ്ഞാൽ. സർക്കണ്ണൻ ഈസ് ബാക്ക്. ഒരെണ്ണനും ബാക്കൊന്നും ഇല്ല ബ്രോ. ആരും ബാക്കൊന്നും ഇതുവരെ കറണ്ട്ലി വന്നിട്ടില്ല. അത് ഞാൻ 100% ഞാൻ പറയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാണ്. അതെന്തിനാണ് എനിക്ക് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കതിൽ 3-4 പേരായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ അവരെ എന്തായാലും എനിക്കിതിനകത്ത് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ അവരെ ഒരുമിച്ച് വരിക എന്നുള്ള ഡിമാൻഡിലാണെങ്കിൽ അവരെ ഒരിക്കലും ഇതിനകത്ത് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? എനിക്ക് 3-4 പേരെടുത്ത് എനിക്ക് ഇനി മൂവ് ഫോർവേഡ് ചെയ്യാൻ താല്പര്യം. എൻ്റെ തീരുമാനം ഞാൻ ഓൾറെഡി അറിയിച്ചതാണ്. അപ്പോൾ എനിക്കതിന് താല്പര്യമില്ല. സത്യമായിട്ട് എനിക്കതിന് താല്പര്യമില്ല. അപ്പോൾ പിന്നെ പിന്നെയും എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സീരിയസ് ആയിട്ട് ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിൽ കുറച്ച് പേരുടെ അടുത്ത് കുറച്ച് പ്രശ്നമുണ്ട്. ഈ മെയിനായിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ദാമു എന്ന് പറഞ്ഞവനെ ആദ്യമേ എന്നെ കിക്ക് ചെയ്യുന്നത് പോലും നമ്മുടെ കൂടെ ഇവിടെ ഇരുന്ന് അണ്ണാന്ന് വിളിച്ചിട്ട് അപ്പുറത്ത് പോയിരുന്ന് കൊട്ടയെന്ന് വിളിച്ചതിനാണ്. എന്നിട്ടും ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അത് മറന്ന് അവനെ തിരിച്ചെടുത്ത ഒരാളാണ്. സീരിയസ് ആയിട്ട് എനിക്ക് ഈഗോ ഉണ്ടെന്ന് നിങ്ങളാരും പറയരുത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരണേ. എനിക്ക് സത്യമായിട്ട് എനിക്ക് വിഷമം വരണേ അതാണ് ഏറ്റവും കൂടുതൽ. എനിക്കാണ് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, ഈഗോയുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി ഇതാക്കണമെന്ന് എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. സത്യമായിട്ട് ഞാൻ അവനാണ് കളഞ്ഞത്. ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പലവട്ടം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മിണ്ടായിരുന്നതാ. എല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ അത് കേട്ടോണ്ടിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് POV അടക്കം എൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് കുറേ വട്ടം എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നിങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ അടുത്ത് പറയണം ദാമുനെ എടുക്ക്. ഞാൻ ഒന്നും മനസ്സിൽ പോലും വെക്കാതെ ഞാൻ തിരിച്ചെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന് കാര്യമില്ല. TVക്ക് ഇപ്പം കറണ്ട്ലി എന്തെങ്കിലും ഒരു ഡൗൺ ഉണ്ടെങ്കിൽ TVക്കകത്തുള്ള ആൾക്കാർ നോക്കിക്കോളാം. പുറത്ത് നിന്ന ആൾക്കാരുടെ സഹായം എനിക്ക് വേണ്ട, ദയവ് ചെയ്ത്. സോ എനിക്കത് താല്പര്യമില്ല സീരിയസ്ലി. ആൻഡ് SRK ഇപ്പം കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആസ് ആൻ അഡ്മിൻ പാനലിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള പണിഷ്മെൻറ്റ് എന്തായാലും TV 100% ഷുവർ ഞാൻ അത് ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും. ആൻഡ് ബാക്കി ഞാൻ സിറ്റിയിൽ കയറട്ടെ ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ HFനെ എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഗൈസ്. എനിക്ക് അതിൻ്റെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഈ സിറ്റുവേഷൻ എൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കതിൽ കൂടുതൽ വേറൊന്നും ഇത് ചെയ്യാനില്ല. എനിക്ക് സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആകെ ഞങ്ങൾ 10 പേരേ ഉള്ളൂ ഗൈസ്. വെളുപ്പിനെ 3 മണിക്ക് ഞങ്ങൾ 5 പേര് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നവരെല്ലാം ഞങ്ങൾ കയറി. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കാനില്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓരോരുത്തന്മാരെ കൊണ്ടുപോകുന്ന സമയത്ത് അടിക്കാൻ ആളില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇവരുടെയൊക്കെ സൗകര്യത്തിന് തിരിച്ചു വരുന്നത് നോക്കി ജീവിതകാലം മൊത്തവും എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഗ്യാങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗൈസ്. സത്യമായിട്ട് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇവരുടെ ഒന്നും ഇത് നോക്കിയിട്ട് ഞാൻ ഒരാളെ നോക്കുന്നില്ല. അതിൽ എന്നോട് പറഞ്ഞ ഡിമാൻഡ് ഇതാണ്. അവർ ഒരുമിച്ച് ഇറങ്ങിയത്, അവർ വരുവാണെങ്കിൽ ഒരുമിച്ച് വരത്തുള്ളൂ. അതിൽ 3-4 അവന്മാരെ എനിക്ക് പറ്റൂല. അവന്മാരെ ഇനി എൻ്റെ തല അറുത്ത് കളഞ്ഞാൽ പോലും ഞാൻ TVയിൽ എടുക്കൂല. പേര് പറഞ്ഞ് എനിക്ക് ഹെയ്റ്റ് കൊടുക്കാൻ താല്പര്യമില്ല. അതിൽ ഒരുത്തൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ മൾട്ടിപ്പിൾ ടൈംസ് ഈ കുണ്ണത്തിൽ എന്നോട് കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒരുത്തൻ്റെ പേര് പറഞ്ഞ് ഒരാളുടെയും ഹെയ്റ്റ് ആക്കി കൊടുക്കാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഈ ബാക്കി 4 എണ്ണം തല അറുത്ത് കളഞ്ഞാൽ പോലും ഞാൻ എടുക്കത്തില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഹേർട്ടായിട്ടുണ്ട് ഇമോഷണലി ഞാൻ. അതിട്ട് നിങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ അവനെ ഇവന്മാരൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് പലവട്ടം. എനിക്ക് ഈഗോ എന്ന് പറയരുത് പ്ലീസ്. ഇനി എനിക്ക് ഇവന്മാരെ നോക്കിയിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ നല്ല പ്ലേയേഴ്സിനെ ഞാൻ റിക്രൂട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവാ. ഒരുത്തിനും വേണ്ടി ഇനി വെയിറ്റ് ചെയ്തില്ല. ഒരു സ്ലോട്ട് ഒഴിച്ചെടുത്തില്ല, ഒരു കുന്തവും ഇല്ല. ഒരുത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഈ നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണേ. ഇപ്പം
എനിക്ക് നല്ല വിഷമമായി സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി പറയാതിരിക്കാൻ എനിക്ക് നല്ല വിഷമമായി ഈഗോ ഈഗോ എന്തിനു കാണിക്കണം ഞാൻ ഇത്ര നാൾ കൂടെ വന്നമാരുടെ എന്തിനു ഈഗോ കാണിക്കണം ഈഗോ നാളെ തിരിച്ചെടുത്താ പിന്നെയും കാണാനുള്ളതല്ലേ അത്രേ പറഞ്ഞുള്ളൂ കുറച്ച് ഇതായിട്ട് സംസാരിക്കും എന്റെ